കോൺഗ്രസിനെ ഇപ്പൊ എനിക്ക് വിശ്വാസം ഇല്ലാണ്ടായി. കാരണം ഇതിന് തന്നെ കോൺഗ്രസിന്റെ ബ്ലോക്ക് നേതൃത്വം, ജില്ലാ നേതൃത്വം, സംസ്ഥാന നേതൃത്വം പോലും ഇപ്പൊ ഈ ഒരു വിഷയത്തിൽ അവരിടപെട്ട രീതി ഞാൻ തൃശൂർ ജില്ലയിലെ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിലെ സ്വതന്ത്ര പഞ്ചായത്ത് അംഗം പിന്നീട് LDF-നോടൊപ്പം ചേർന്ന KR ഔസേപ്പിന്റെ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത്. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിലെ 8 അംഗങ്ങൾ, കോൺഗ്രസ് അംഗങ്ങൾ BJP-യിൽ ചേർന്നു. വലിയ ചർച്ചയായി, വലിയ വാർത്തയായി. മുഖം രക്ഷിക്കാൻ കോൺഗ്രസ് നടപടിയൊക്കെ എടുത്തിരുന്നു. പക്ഷേ ഇതൊക്കെ നേരത്തെ തീരുമാനിച്ചതാണ്. കോൺഗ്രസ് നേതൃത്വത്തിന്റെ അറിവോടുകൂടിയാണ് ഈ നീക്കങ്ങൾ എല്ലാം നടന്നത് എന്നാണ് മുൻ കോൺഗ്രസുകാരനായ KR ഔസേപ്പ് വെളിപ്പെടുത്തുന്നത്. നേരത്തെ അതിൽ ചില സൂചനകളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത് ആരും BJP-യിൽ ചേർന്നിട്ടില്ല, അവർ സ്വതന്ത്ര അംഗത്തെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പിന്താങ്ങുകയാണ് ചെയ്തത്. BJP പിന്താങ്ങിയിട്ടുണ്ട്, കോൺഗ്രസും പിന്താങ്ങിയിട്ടുണ്ട്. അത്രമാത്രം അവർക്കെതിരെ നടപടി എടുക്കേണ്ടി വന്നത് പാർട്ടി പറഞ്ഞത് അനുസരിക്കാത്തതിൻ്റെ പേരിലാണ്. എന്താണ് പാർട്ടി പറഞ്ഞത് എന്ന് വെച്ചാൽ കോൺഗ്രസ് എന്താണ് ഇവർക്ക് കൊടുത്ത നിർദ്ദേശം, അതേക്കുറിച്ച് ആരും ഒന്നും പറയുന്നില്ല. 8 പഞ്ചായത്ത് അംഗങ്ങൾ വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞ കാര്യമുണ്ട്. ഞങ്ങൾക്ക് ഒരു നിർദ്ദേശവും ആരും നൽകിയിട്ടില്ല എന്ന് വെച്ചാൽ ധാരണ അത് പ്രാദേശിക തലത്തിലല്ല, ജില്ലാ തലത്തിൽ തന്നെയാണ്. അതിന് സംസ്ഥാന നേതൃത്വത്തിൻ്റെ, കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ പൂർണ്ണ പിന്തുണ ഉണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ. അത് ശരിയാണ് എന്നാണ് ഇപ്പോൾ KR ഔസേപ്പ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിൽ എല്ലാം നടന്നത് സംസ്ഥാന ജില്ലാ നേതൃത്വത്തിൻ്റെ അറിവോടുകൂടിയാണ്. ഇത് വ്യക്തമാക്കിയാണ് KR ഔസേപ്പ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. ഇലക്ഷൻ കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം തൊട്ട് ഇവരെന്നെ വിളിക്കുന്നുണ്ട്. ഇല്ലില്ല, അതായത് BJP-യിൽ ഇപ്പൊ ഈ ജയിച്ച അതുൽ കൃഷ്ണ, സുനിൽ കുമാർ, പിന്നെ അവർക്ക് വേണ്ടിയിട്ട് പല ഏജന്റുമാര് പോലെ പ്രവർത്തിക്കുന്ന പലരും എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു എന്താണ് ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ ഇതിന് സമ്മതിച്ച് തന്നാൽ മതി, കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കൊള്ളാം. അതുൽ കൃഷ്ണ വിളിച്ചിട്ട് ഞാൻ ഫോൺ എടുത്തില്ല. അതുൽ കൃഷ്ണ ഫോൺ ഞാൻ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആ നമ്പർ കണ്ടപ്പോൾ ഞാൻ പിന്നെ, കാരണം എന്തെങ്കിലും ഒന്ന് പറയണം. ഇവരൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ എന്ത് പറഞ്ഞാലും അത് സേവ് ചെയ്ത് നാളെ അത് മറ്റേ പുറത്ത് പല ആളുകളും ഇല്ല 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 ഞാൻ എന്നെ നേരിട്ട് ചന്ദ്രൻ പറഞ്ഞത്. അപ്പൊ ഞാൻ ചന്ദ്രനോട് ചോദിക്കുകയാണ്, നമ്മൾ ഭരിക്കുമെന്ന് ആള് ഉറപ്പ് പറഞ്ഞപ്പോഴാണ് ഞാൻ ചോദിച്ചത് അത് എങ്ങനെയാണ് അത്. അപ്പോഴാണ് ആള് പറയുന്നത് BJP-കാർ നമുക്ക് വോട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്. ഈ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായിട്ട് നിശ്ചയിച്ചിരുന്ന ഈ എൻ്റെ വാർഡിലുള്ള ഒരു വ്യക്തി, ഒരു സജീവ് കുമാർ എന്ന് പറയുന്ന ആളാണ് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ചിരുന്നത്. ഇദ്ദേഹത്തിന്റെ ഒരു വോയിസ് അവിടെ ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ടായിരുന്നു. അത് ഇലക്ഷനുമായി ബന്ധപ്പെട്ട സമയത്താണോ അതിന് മുൻപേ ഉള്ളതാണോ എന്ന് എനിക്കറിയില്ല. അവിടെ BJP-യുടെ സ്ഥാനാർത്ഥിയെ ജയിക്കുള്ളൂ, വേണമെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ബെറ്റ് വെച്ചോ, ഞാൻ 1 ലക്ഷം രൂപയ്ക്ക് ബെറ്റ് വെക്കാം എന്നുള്ള ഒരു വോയിസ്. അത് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു അത് ഇലക്ഷനുമായിട്ടുള്ളതാണോ അത് അതിന് മുൻപുള്ളതാണോ എന്ന് എനിക്കറിയില്ല. കോൺഗ്രസിനെ ഇപ്പൊ എനിക്ക് വിശ്വാസം ഇല്ലാണ്ടായി. കാരണം ഇതിന് തന്നെ കോൺഗ്രസിന്റെ ബ്ലോക്ക് നേതൃത്വം, ജില്ലാ നേതൃത്വം, സംസ്ഥാന നേതൃത്വം പോലും ഇപ്പൊ ഈ ഒരു വിഷയത്തിൽ അവരിടപെട്ട രീതി ഞാൻ അപ്പൊ ചോദിച്ചു പിന്നെ എങ്ങനെയാണ് ഇനി മുന്നോട്ടുള്ള പരിപാടി. കാരണം ഞാനൊരു സ്വതന്ത്രനായതുകൊണ്ട് ഇവരുടെ കാര്യങ്ങൾ എന്താണെന്ന് എനിക്ക് അറിയാൻ അവകാശമുണ്ടല്ലോ. നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, എങ്ങനെയാണ് ഇതിനെ നമ്മൾ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് നേരിടണേ. 10 വെച്ച് ഈ 8ന്റെ കൂടെ 2 കൂടി ചേരുമ്പോൾ 10ആയി. 10 വെച്ച് നമ്മൾ ഒരു ടോസിലേക്ക് പോകാനാണോ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ അതാണോ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞതാണ് അല്ല നമ്മൾ ജയിക്കും. അപ്പൊ അത് ഉറപ്പായിട്ട് ആൾ ജയിക്കും എന്ന് ഊന്നി പറഞ്ഞപ്പോഴാണ് ഞാൻ ചോദിച്ചത്. അവർ മുൻപ് ധാരണയിലെത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കോൺഗ്രസ് അറിഞ്ഞിട്ടില്ല എന്ന് തന്നെ വെക്കുക. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് നേതൃത്വം ഒരൊറ്റ തീരുമാനമെടുത്താൽ മതി. ജില്ലാ നേതൃത്വത്തിന്റെ വിപ്പ് ലംഘിച്ച്, നിർദ്ദേശം ലംഘിച്ച് BJP-യോടൊപ്പം ചേർന്ന കോൺഗ്രസിന്റെ 8 പഞ്ചായത്ത് മെമ്പർമാരെ അയോഗ്യരാക്കണം. അതിനുവേണ്ടി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കണം, കമ്മീഷന് അപേക്ഷ കൊടുക്കണം. അതിന് തയ്യാറുണ്ടോ കോൺഗ്രസ് നേതൃത്വം? അത് മാത്രം ചെയ്താൽ മതി. അത് ചെയ്തു കഴിഞ്ഞാൽ കോൺഗ്രസിന് ആത്മാർത്ഥതയുണ്ട് എന്ന് പറയാം. അവർ പറയുന്നതിൽ ശരിയുണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാം. പക്ഷേ അങ്ങനെ ചെയ്യില്ല. ആ തീരുമാനത്തിലേക്ക് ഒരിക്കലും കോൺഗ്രസ് വരില്ല. എന്തുകൊണ്ട്? നേരത്തെ തന്നെ ധാരണ ഉണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ കോൺഗ്രസും BJP-യും തമ്മിൽ ധാരണയുണ്ടായിരുന്നു. കോൺഗ്രസിന് ജയിക്കാൻ സാധ്യതയുള്ള സീറ്റുകളിൽ BJP കോൺഗ്രസിനെ പിന്തുണക്കുക, BJP-ക്ക് ജയിക്കാൻ സാധ്യതയുള്ള സീറ്റുകളിൽ
കോൺഗ്രസ് BJPയെ പിന്തുണക്കുക, ഇതായിരുന്നു ധാരണ. അതനുസരിച്ചാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയത്. ഇത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ അജണ്ടയായിരുന്നില്ല. ഇത് നേരത്തെ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിൽ കോൺഗ്രസും BJPയും നടത്തിയ ധാരണയായിരുന്നു, നേരത്തെ ഉണ്ടായിരുന്നു. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കാലത്തായിരുന്നു. അന്ന് BJPക്ക് സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യാനാണ് കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചത്. അതനുസരിച്ചാണ് അന്ന് പ്രവർത്തിച്ചത്. ഇപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ പിന്തുണക്കണം, അതനുസരിച്ചാണ് കാര്യങ്ങൾ നീങ്ങിയത് എന്നാണ് പുതിയ വാർത്തകൾ. എന്ന് വെച്ചാൽ കളി ചെറുതല്ല, വലിയ കളി തന്നെയാണ്. കേരളത്തിൽ നാളെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നതിൻ്റെ സൂചനയാണ്, അതിൻ്റെ ഒരു പരീക്ഷണമാണ് മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിൽ നടന്നത്. നാളെ അത് സംസ്ഥാന വ്യാപകമാകും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും അത് പ്രതിഫലിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് മുതിർന്ന രാഷ്ട്രീയ നിരീക്ഷകർ തന്നെ അഭിപ്രായപ്പെടുന്നത്.